നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് സമയം കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാരും ഒന്ന് വായിച്ചു നോക്കുക. അതിലുണ്ട്, ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം കേട്ടോ. ദ സം ഓഫ് ഫസ്റ്റ് 9 terms of an arithmetic sequence is 207 and the sum of first 10 terms is 250. Find its fifth term and its 10th term. Find its common difference. അതേപോലെ തന്നെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 207 ആദ്യത്തെ 10 പദങ്ങളുടെ തുക 250 ആണ്. 5-ാം പദം കാണുക, 10-ാം പദം കാണുക, പൊതുവ്യത്യാസം കാണുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ചെയ്തങ്ങ് പോവാ. എല്ലാരും ഒന്ന് ചെയ്യാ, ഞാൻ ഇപ്പൊ ചെയ്യണില്ല. എല്ലാരും അവനവന്റെ ആൻസർ എങ്ങനെ കിട്ടണ എന്ന് നോക്കുക. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് തന്നെയാണ്, പക്ഷെ ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഈ ചോദ്യത്തിന്. അപ്പൊ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോ നമുക്ക് ഓക്കെയാണ്. എങ്ങനെ S9 ഈസ് ഈക്വൽ ടു എന്താണ്? ഈസ് ഈക്വൽ ടു 207 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഇവിടെയുള്ള അരിതമാറ്റിക് സീക്വൻസിന്റെ ഫിഫ്ത് ടേം എന്ന് പറയുന്നത് x5 എന്ന് പറയുന്നത് 207/9 ആയിരിക്കും അല്ലെ? മധ്യപദം ഓർമ്മ ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും എന്ത്? 23 എന്ന് കിട്ടും. ഓക്കെ, എല്ലാവർക്കും എ കിട്ടും, 23. അതിന് അതേപോലെ തന്നെ ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ബി ആണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 207 ആദ്യത്തെ 10 പദങ്ങളുടെ തുക 250 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അതിൽ ഒരു പദമാണ് കൂടുതലുള്ളത്, അത് 10-ാമത്തെ പദമായിരിക്കും അല്ലെ? അപ്പോ 250 എന്ത് ചെയ്താൽ മതി? ശരിക്ക് 207 കുറച്ചാൽ മതി. അപ്പൊ ആൻസർ എത്ര വരും? 43 എന്ന ആൻസർ വരും. ഓക്കെ, പിന്നെ അപ്പൊ നമുക്ക് ഇവിടുന്ന് 10-ാം പദവും കിട്ടി. അതായത് 5-ാം പദം എന്ന് പറയുന്നത് 23 ആണ്. അതേപോലെ തന്നെ ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഈ സമാന്തര ശ്രേണിന്റെ 10-ാം പദം എന്ന് പറയുന്നത് 43 ആണ്. അപ്പോ ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത് 5D ആണ്. 5Dക്ക് ഇവിടെ ചേഞ്ച് വന്ന എത്രയാ മാറ്റം വന്ന്? 20 കൂടി. അപ്പൊ 5Dക്ക് 20 കൂടുണ്ടെങ്കിൽ D ഈക്വൽ ടു എത്ര വരും? 4. വെരി ഗുഡ്. അപ്പൊ ഇവിടെ 43, ഇവിടെ നമുക്ക് പറയുന്ന 23. സംശയമൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ വിഷയം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ചോദ്യം ആർക്കും ക്ലിയർ ആവാത്തുണ്ടോ? 10 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും എന്നുള്ളത്. ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ.
എന്തെങ്കിലും സംശയം ഉണ്ടോ? രണ്ടാമത്തെ ഒരൊട്ടുകൂടി പറയോ? ഓക്കെ. അപ്പോ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 207 അല്ലേ? പിന്നെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 250 ആണ്. അപ്പൊ ഇവിടെ എത്രയാ കൂടിയത്? എത്ര പദങ്ങളാ കൂടിയത്? ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും ആദ്യത്തെ 10 പദങ്ങളുമാണ്. അപ്പൊ ടോട്ടൽ എത്ര പദം കൂടി? 9 പദങ്ങളുടെ തുകയും 10 പദങ്ങളുടെ തുകയും. അപ്പൊ ഇതിന്റെ കൂടെ ഒരു പദം കൂടി കൂടിയിട്ടുള്ളൂ, അതായത് x10 അല്ലെ? ശരിയല്ലേ? അപ്പോ ഈ 207 ഉള്ളത് 250 ആവാനുള്ള കാരണം എന്താ? ഈ 9 പദത്തിന്റെ കൂടെ എന്ത് ചെയ്തു? 9 പദങ്ങളുടെ തുകന്റെ കൂടെ ഈ 9 ടേംസിന്റെ സമ്മിന്റെ കൂടെ ഒരു ടേം കൂടി കൂടി. ആരാ? 10th ടേം. ആ 10th ടേം കൂടിയപ്പോഴാണ് എന്ത് കിട്ടിയത്? 250 കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 10th ടേം കിട്ടാൻ എളുപ്പല്ലേ? എന്ത് ചെയ്താൽ മതി? 207ന്ന് 250ന്ന് എന്ത് ചെയ്യാ? 250ന്ന് 207 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് 43 എന്ന ആൻസർ കിട്ടും. കാരണം ഒരു സ്ഥലത്ത് 9 ടേംസ് കൂട്ടി, മറ്റു സ്ഥലത്ത് 10 ടേംസ് കൂട്ടി. അപ്പൊ ആ സമ്മില് ഡിഫറൻസ് വരാനുള്ള കാരണം 10ാമത്തെ ടേം കൂടി ഏറെ കൂട്ടി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മളതിന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്യല്ലാരും. രണ്ടാമത്തെ ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 7 പദങ്ങളുടെ തുക 154ഉം ആദ്യത്തെ 12 പദങ്ങളുടെ തുക 444 ആണ്. 4ാം പദം കാണുക, 10ാം പദം കാണുക. എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ എന്താണെന്നുള്ളത് മാത്രം കമന്റ് ചെയ്യാം. ഇത് മക്കൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ചെക്ക് ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ, കുട്ടികൾക്ക് ഇതിന്റെ ഉത്തരമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ രക്ഷിതാക്കൾക്കും കൂടി എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഇതൊക്കെ അവരെ കൃത്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് നമ്മൾ പല ചോദ്യങ്ങളിലായിട്ട് ചെയ്ത് പഠിപ്പിച്ചു വിട്ടതാണ്. കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ നോക്കുക. രണ്ടാമത്തെ ചോദ്യമായിട്ട് നമ്മൾ ചെയ്യണേ. കുട്ടികൾ ചെയ്ത് നോക്കുക. ടൈം തരുന്നുണ്ട്, ചെയ്ത് നോക്കാനുള്ള സമയം തരുന്നുണ്ട്. ഒരിക്കട്ടാ മതി, കുറെ തവണ ആൻസർ ഇടണ്ട. ഈ അമ്ന പൊന്നു ഒരു തവണ ആൻസർ ഇട്ടണല്ലോ, ഇനി ഇങ്ങനെ അത് തന്നെ ഇടണ്ട. ഓക്കെ, നമുക്ക് ആൻസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുകയാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്. അപ്പോ S7 എന്ന് പറയുന്നത് 154 ആണ്. അങ്ങനെയാണെങ്കിൽ x4 എന്ന് പറയുന്നത് 4ാമത്തെ ടേം എന്ന് പറയുന്നത് അതിന്റെ മിഡ് ടേം ആയിരിക്കും, മധ്യപദമായിരിക്കും. അപ്പൊ 154/7 154/7 എന്ന് പറയുമ്പോ എത്രയാ വരിക? ഇത് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയണം എന്നുള്ളതാണ്. എത്ര വരും? 22 എന്ന് വരും. ഓക്കെ, ഗുഡ്. എല്ലാ ആളുകളും 22 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തെടുക്കുന്നത് ആദ്യത്തെ 12 പദങ്ങളുടെ തുക 444 ആണ്. അപ്പൊ അതിൽ 10ാം പദമാണ് കാണാൻ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇതില് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ x8, x9, x10, x11,
x12. ഇത്രയും പദങ്ങളുടെ തുക അല്ലെങ്കിൽ ഇത്രയും പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 444 എന്ത് കുറക്കുന്നതായിരിക്കും? 154 കുറക്കുന്നതായിരിക്കും. അത് എത്രയാ ആൻസർ വരിക? 444 154 കുറച്ചെത്ര ഒന്ന് പറയും. 444 154 കുറച്ച നമുക്ക് 290 എന്ന് കിട്ടും അല്ലെ? 290 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പദങ്ങൾ ഒന്ന് ഒറ്റയും മറ്റൊന്ന് ഇരട്ടിയും വന്നാൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പോ ഇത് നമ്മൾ കൃത്യമായിട്ട് A+ ലെവലിൽ പറഞ്ഞൊരു ചോദ്യമാണ്. അപ്പോ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 154 ആദ്യത്തെ 12 പദങ്ങളുടെ തുക 444 ആണ്. അപ്പോ ഇത്രയും ടേംസിന്റെ സം x8 x9 x10. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതിന്റെ മധ്യപദമാണ് എന്ന്. അഥവാ 290 എന്ന് പറഞ്ഞാൽ 5 × x10 ആണ് ശരിക്ക് 290 എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് x10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 290/5 എന്ന് വരും. എത്ര വരും ആൻസർ? ഇനി പറയും ആൻസർ എത്ര വരും? 58. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ ആർക്കും? നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് പക്ഷെ ഈ ഒരു ചോദ്യം നമ്മൾ ക്ലാസ്സിൽ എക്സാം നടത്തിയപ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊന്നും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ആ സമാന്തര ശ്രേണി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്താ 5-ാം പദം, അതായത് 4-ാം പദം എന്ന് പറയുന്നത് 22 ആണ്. 4-ാം പദം എന്ന് പറയുന്നത് 22 ആണ്. അതേപോലെ 10-ാം പദം എന്ന് പറയുന്നത് 58 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം എത്രയായിരിക്കും വരിക? ഡി. ഇവിടെ 6D ആണ് വരിക. ഇവിടെ എത്രയാ കൂടിയേ? ഇവിടെ എത്ര കൂടി? 36. 36 കൂടുമ്പോൾ 6Dക്ക് 36 ആണെങ്കിൽ D സമം എത്ര വരിക? 6 ആണ് വരിക. സമാന്തര ശ്രേണി എത്രയായിരിക്കും വരിക? ഒന്ന് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞേ. 4, 10, 16, 22, 28. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ. എന്നാ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. ഇതാ 3-ാമത്തെ ചോദ്യം. വെറും 10 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് 10 ചോദ്യങ്ങളാണ്. അതിലെ 3-ാമത്തെ ചോദ്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. സിമ്പിൾ ആക്കി പറഞ്ഞൂടെ? ഇതിൽ 3-ാമത് എത്ര വരിക? അല്ലെങ്കിൽ തേർഡ് ടേം എത്രയാ വരിക? 8. 3-ാമത് കിട്ടണമെങ്കിൽ 3-ാമത് എന്ന് പറയുന്നത് 40/5 ആണ്. അപ്പോ 8 വരും. അങ്ങനെയാണെങ്കിൽ 7-ാമത് എത്രയാ വരിക? 260/13. എത്ര ആൻസർ വരും? 20 എന്ന് വരും. സിമ്പിളാ. അങ്ങനെയാണെങ്കിൽ ശ്രേണി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡി എത്രയാ വരിക?
ഡി എങ്ങനെ കിട്ടുക? 20 18 ഇവിടുന്ന് എത്രയാ ഡി കൂടിയ? ഇവിടെ എത്രയാ കൂടിയേ? 12 കൂടി. 12 കൂടുമ്പോ ഇവിടെ എത്രയാ? 4 കൂടി. അപ്പൊ ഡി ഇസ് ഈക്വൽ ടു 3 എന്ന് വരും. ഇനി അരിതമാറ്റിക് സീക്വൻസ് എന്താ വരിക? 2 അല്ലെ? ഏതൊക്കെ വരിക? ആ സീക്വൻസ് ഏതാ വരിക? 2 ശ്രേണി 2 5 8 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നൈസ്. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോലെ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പാണ്. അതിൽ നമ്മൾ കുറച്ചും കൂടി ഒരു 1-2 വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തൊന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നാലാമത്തെ ചോദ്യം ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്യാം. The sum of first 8 terms of an arithmetic sequence is 280. Find the sum of third term and sixth term എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മളോട് പറഞ്ഞ S8 എന്ന് പറയുന്നത് 280 ആണ്. 280. അങ്ങനെയാണെങ്കിൽ ഈ അരിതമാറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേമും സിക്സ്ത് ടേമും കൂടി ആഡ് ചെയ്താൽ എന്തായിരിക്കും? ദാറ്റ് മീൻസ് മൂന്നാമതും ആറാമതും കൂടിയും ആഡ് ചെയ്താൽ വിച്ച് നമ്പർ യു ഗെറ്റ്? അതാണ് ചോദ്യം അല്ലേ? അപ്പോ S8 എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ ജോഡികളാണ് കിട്ടുക. ജോഡി തുക അല്ലെ? അല്ലെങ്കിൽ സം ഓഫ് പെയർ. ആ സം ഓഫ് പെയർ നമുക്ക് എങ്ങനെയാ കിട്ടുക? സം ഓഫ് പെയർ എങ്ങനെ കിട്ടും? നമുക്കതിനെ 280 സമ്മിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് പെയർസ് ഇവിടെ ആരാ? നമ്പർ ഓഫ് പെയർസ് 4 ആണ്. അപ്പൊ ആൻസർ എത്ര വരും? 70 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ x3ഉം x6ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 70 എന്ന് കിട്ടും. വേറെ ഏത് രണ്ട് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 70 എന്ന് കിട്ടുക? വേറെ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് 70 കിട്ടുക? x2ഉം x7ഉം ആഡ് ചെയ്താലും 70 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x4ന്റെ കൂടെ ഞാൻ ഏത് നമ്പർ ആഡ് ചെയ്യണം 70 എന്ന് കിട്ടാൻ? x4ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യണം ഞാൻ 70 എന്ന് കിട്ടാൻ? x5. ഓക്കെ, ഗുഡ്. ഇവിടെയൊക്കെ കണ്ടീഷൻ നോക്കണ്ടേ സം ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനങ്ങളുടെ തുക തുല്യമാവുക എന്നുള്ളതാണ് പ്രധാനം. ഇനി അതില് ഒന്നാം പദം 11 ആയാൽ എട്ടാം പദം എത്ര എന്നാണ് അല്ലെ? അതായത് ഫസ്റ്റ് ടേം 11 ആണെങ്കിൽ 8th ടേം എന്തായിരിക്കും എന്നുള്ളത് സിമ്പിൾ ആണ്. നമുക്കറിയാം ഫസ്റ്റ് ടേമും 8th ടേമും ആഡ് ചെയ്താൽ നമുക്ക് 70 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറയുന്നത് 11 ആണെങ്കിൽ x8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 70 മൈനസ് 11 ആയിരിക്കും. ആൻസർ എത്ര വരും? 59 എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യത്തെ 8 പദങ്ങളുടെ തുക
280 ആയ 3 സമാന്തര ശ്രേണികൾ എഴുതുക. റൈറ്റ് 3 arithmetic sequence with the sum of first 8 terms is 280 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അതിലെ നടുവത്തെ രണ്ട് നമ്പേഴ്സ്, അതായത് ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമും നമ്മൾ ഫിക്സ് ചെയ്യും, 70 ആക്കി ഫിക്സ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ 35 എടുക്കുകയാണെങ്കിൽ ഇതും 35. അല്ലെ? അപ്പൊ ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമിന്റെ സമ്മ് നിർബന്ധമായിട്ട് എത്ര വരണം? 70 വരണം. അപ്പൊ അത് രണ്ടും ചെയ്യും. ഇനി 70 വരണമെങ്കിൽ ഏതൊക്കെ എടുക്കാം? 34ഉം 36ഉം എടുക്കാം. ഇനി വേണമെങ്കിൽ 33ഉം 37ഉം എടുക്കാം. ഇപ്പൊ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് വേഗം കിട്ടി. കോമൺ ഡിഫറൻസ് ഇവിടെ ആരാ? 35 തന്നെ. അപ്പോ നമുക്ക് ഇവിടുന്ന് വേഗം 35, ഇതും 35, ഇതും 35 അല്ലെ? അപ്പോ 4, 3, 2, 1 അപ്പൊ കിട്ടി. ഇവിടെ കോമൺ ഡിഫറൻസ് ആരാ? 2 ആണ്. അപ്പോ ഇവിടെ 32 വരും, 30 വരും, 28 വരും. കണ്ടോ? ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടി. എത്രയാ? ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ വന്നത്? 4 അല്ലേ? കോമൺ ഡിഫറൻസ് ഇവിടെ 4 ആണ്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. 29, 25 പിന്നെ 21. സീക്വൻസ് ക്രിയേറ്റ് ആയോ? ഓക്കെ. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു പരിചയപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്ത ചോദ്യം. അത്ര പുതുതായിട്ട് വന്നൊരു ചോദ്യമായിട്ടൊന്നും നമുക്ക് അതിനെ പറയാൻ പറ്റൂല. ഓക്കെ. ഇപ്പോ ഈ അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം ഒന്ന് ചെയ്യാനുള്ളത്. അഞ്ചാമത്, ഒരു സമാന്തര ശ്രേണിയുടെ 4ാം, 5ാം, 6ാം പദങ്ങളുടെ തുക 45. അതായത് the sum of 4th, 5th, 6th terms of an arithmetic sequence is 45. Find its 5th term എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇത്രയും 3 ടേംസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ, അതായത് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 എന്ന് പറയുന്നത് 45 ആണ് അല്ലെ? ഈ 45 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയാ? 3 ആണ്. ശരിക്ക് 3 into x5 ആണ് 45. അങ്ങനെയാണെങ്കിൽ x5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 45/3 ആയിരിക്കും. That means x5 is equal to 15. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കണേ അല്ലെ? അപ്പൊ ഈ ടേം 15 ആണ്. ചിലപ്പോ ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ആദ്യത്തെ 9 പദങ്ങളുടെ തുക കാണുക എന്നാ. എത്രയായിരിക്കും ആദ്യത്തെ 9 പദങ്ങളുടെ തുക കാണുക? അല്ലെങ്കിൽ the sum of first 9 terms, അതായത് S9. നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് ഓഡ് ആകുമ്പോ 9 into 9 ടേംസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും മിഡ് ടേം? x5 ആയിരിക്കും, 5ാമത്തെ ടേം ആയിരിക്കും, ഇപ്പൊ മധ്യപദം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9 into 15 is equal to 135. ഇപ്പൊ നമ്മള് 5 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും നമ്മൾ പറയേണ്ടതുണ്ടോ? ഇല്ല, ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഇനി ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 6ാമത്തെ ചോദ്യം നമുക്കിത് ഒന്ന് ചെയ്തു നോക്കി. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി. 6ാമത്തെ ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പാണ്.
ഇപ്പൊ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത ചോദ്യമാണ്. ഒന്ന് ചെയ്തു നോക്കാം. കറക്റ്റ് ടൈമിന് ക്ലാസ്സിൽ കയറിട്ടോ. അപ്പൊ 2 ആൾക്കാർ ലൈറ്റ് ജോയിനിങ് ആണ്. അവരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ലേറ്റ് ആവാൻ എന്താ കാരണം? 2 പേര് അപ്പോ ഇവിടെ നമുക്ക് വേഗം കിട്ടുന്നതാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. എ എന്ന് പറയുന്നത് അതല്ലേ എക്സ് 4-ാം പദം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. എങ്ങനെ? x4 ഈസ് ഈക്വൽ ടു x4 ഈസ് ഈക്വൽ ടു 70/7 ഈസ് ഈക്വൽ ടു 10. ഇത് 10 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ 13 എങ്ങനെയാ വരിക? 7-ാം പദം x7 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 351 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എത്ര വരും? 27 അല്ലെ? ആണോ? അല്ലേ? ആണോ? കറക്റ്റ് ആണോ? നോക്കുക. ഇനി ഇതില് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് സി ആണ്. ഇവിടെ സി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണാനാണ് നമ്മളോട് പറയുന്നത്. ഇത് എങ്ങനെ നമ്മൾ ചെയ്യും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. പറയാൻ പറ്റുമോ? എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം x4 എന്ന് പറയുന്നത് 10 ആണല്ലോ. x7 എന്ന് പറയുന്നത് 27 ആണ്. നമുക്ക് ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. ഇവിടെ 10 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇരട്ട സംഖ്യ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ജോഡി എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സ് 5 ഇൻറ്റു ഒരു സം ഓഫ് എ പെയർ, അല്ലെങ്കിൽ ജോഡിയുടെ തുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ഥാനത്തുക എത്ര കിട്ടണം? അല്ലെങ്കിൽ സം ഓഫ് പൊസിഷൻ എത്രയാ കിട്ടണ്ടേ? 5, 6. പദങ്ങളുടെ എണ്ണം 10 ആകുമ്പോ സ്ഥാനങ്ങളുടെ തുക എത്ര വരണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. 10 പദങ്ങൾ ഉണ്ടെങ്കിൽ സ്ഥാനങ്ങളുടെ തുക കൂട്ടിയാൽ എത്ര കിട്ടണം? 11 കിട്ടണം. അതാണ് അവിടുത്തെ ജോഡി. അപ്പൊ നമ്മൾക്ക് കിട്ടിയ 4-ാം പദത്തിന്റെയും അല്ലെങ്കിൽ 4th ടേമിന്റെയും 7th ടേമിന്റെയും പൊസിഷന്റെ സം എത്ര വരിക? 4 + 7 = 11. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ജോഡി എന്ന് പറയുന്നത് 4ഉം 7ഉം ഒരു ജോഡിയാണ്, ഒരു പെയറാണ്. അപ്പൊ എനിക്ക് ഇവിടെ എഴുതാം എന്ത്? 5 ഇൻറ്റു സം ഓഫ് പെയർ എന്ന് പറയുമ്പോൾ x4 + x7. അപ്പൊ എന്ത് വരും ആൻസർ? ഇപ്പൊ 10 പദം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ 11 കിട്ടുമല്ലോ. 4ഉം 7ഉം കൂട്ടിയാൽ 11 കിട്ടുമല്ലോ. അപ്പൊ ആ 4-ാം പദം 7-ാം പദം ഒരു ജോഡി ആയിരിക്കും, ഒരു പെയർ ആയിരിക്കും എന്നാണ് അർത്ഥം.
അടുത്ത ചോദ്യത്തേക്ക് പോയിക്കൂടെ? ഏഴാമത്തെ ചോദ്യം ചെയ്തോളി. ഈ ചോദ്യവും നമ്മൾ ക്ലാസ്സിൽ ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. എന്റെ ആദ്യത്തെ പദം കിട്ടിയോ? ഫസ്റ്റ് ടേം കിട്ടിയോ? ഫസ്റ്റ് ടേം കാണി. ഇവിടെ തന്ന് സിക്സ്ത് ടേം ആറാമത്തെ പദം 31 11ാമത്തെ പദം 44 ആണ്. ഇവിടെ എത്ര ഡിയാ കൂടിയേ? 5 ഡി കൂടി. 5 ഡിക്ക് ഇവിടെ എത്രയാ കൂടിയേ? 5 ഡിക്ക് ഇവിടെ എത്രയാ കൂടിയേ? 18 13 കൂടി അല്ലെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ പദം കിട്ടണമെങ്കിൽ എക്സ് 1 കാണണ്ടേ. എത്രയാ അവിടെ വരിക? 5 ഡി കുറഞ്ഞു. 5 ഡി കുറയുമ്പോ ഇവിടെ വീണ്ടും എന്ത് ചെയ്യും? 13 കുറയും. 13 കുറയുമ്പോ എത്രയാ വരിക? 18 അല്ലെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ ആൻസർ കിട്ടി 18 ആണ്. ഇനി നമ്മളോട് ചോദിക്കണേ 16ാമത്തെ ടേമാണ്. ഇവിടെ എത്ര ഡി കൂടി? വീണ്ടും 5 ഡി കൂടി. 5 ഡി കൂടുമ്പോ വീണ്ടും എത്ര കൂട്ടണം? 13 കൂടണം. അപ്പൊ ആൻസർ എത്ര വരും? 57. അപ്പൊ ഇത് 57 കിട്ടി. ആണ് കിട്ടിയത്. അടുത്ത ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാരും ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്രദ്ധിച്ചോളി. എന്താണ് ആദ്യത്തെ 16 പദങ്ങളുടെ തുക? അല്ലെങ്കിൽ ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 16 ടേംസ് എന്നാണ് ചോദിക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. അതായത് എസ് 16 ആണ് ചോദിക്കുന്നത്. 16 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് ഇത് ഒരു ഇരട്ട സംഖ്യയാണെന്ന് കിട്ടും, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആണെന്ന് കിട്ടും. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ജോഡികളുടെ എണ്ണം അല്ലെ, അതായത് നമ്പർ ഓഫ് പെയർസ് എത്ര വരും? 8 ഇൻറ്റു ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത്. ശരിക്ക് ജോഡി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പദം 16ാമത്തെ പദം ആയിരിക്കും ഇവിടുത്തെ ജോഡി. ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടും 8 ഇൻറ്റു ഒന്നാമത്തെ പദാര 18, 16ാമത്തെ പദാര 57. അപ്പോ 8 ഇൻറ്റു എത്ര വരിക? 18ഉം 57 കൂട്ടി എത്ര വരിക? 8 ഇൻറ്റു 75. ഓക്കെ, ഗുഡ്. 8 ഇൻറ്റു 75 എത്രയാ നോക്കുക. 8 ഇൻറ്റു 75 എത്ര? 8 ഇൻറ്റു 75 എത്ര? പലർക്കും മൾട്ടിപ്ലൈനോട് തെറ്റ് വന്നിട്ടുണ്ടാവും. 8 ഇൻറ്റു 75 എത്ര നോക്കുക. ചിലർക്ക് 530, 600 അല്ല ആൻസർ വരിക. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചില ആളുകൾ പല ആൻസറുകളും ചെയ്തിട്ടുണ്ട്. അപ്പോ തെറ്റ് തിരുത്തിയിട്ട് ഇടുക കേട്ടോ. ഇത് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? എന്തെങ്കിലും മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ?
ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഇല്ലല്ലോ, നമ്മളത് കുഴപ്പമില്ലാത്ത ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, എന്നാ നമുക്ക് ലാസ്റ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാണ്. ഇനി ഒരു 3 ചോദ്യങ്ങളാണുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം എല്ലാവരും. 8ാമത്തെ ചോദ്യം. ഈ ചോദ്യം ഞാൻ തിങ്കളാഴ്ചക്ക് പ്രിന്റ് എടുത്ത് തരാം. തിങ്കളാഴ്ചക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് വരിക കേട്ടോ എല്ലാരും. ഒരു സമാന്തര ശ്രേണിയുടെ 3ാം പദം 7ഉം 7ാം പദം 3ഉം ആണ്. തേർഡ് ടേം 7ഉം 7th ടേം 3 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് ദ സീക്വൻസ് എന്നാണ് പറഞ്ഞത്. ഇപ്പോ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ നോക്കാം, ഇവിടെ എത്ര ഡി ആ കൂടിയത്? 4D. 4Dക്ക് ഇവിടെ എത്ര കുറഞ്ഞു? 4 കുറഞ്ഞു. ഇപ്പൊ ഡി സമത്ര വരിക -1 ആണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്റെ കുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ 3ാമത്തെ പദം എന്ന് പറയുന്നത് ഇവിടെ ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മള്. ഇവിടെ 3ാമത്തെ പദം 7 ആണ്. അപ്പോ 1ാമത്തെ പദവും അറിയില്ല, 2ാമത്തെ പദവും അറിയില്ല. ഇത് കുറഞ്ഞു പോണ ശ്രേണിയാണ് നമുക്കറിയാം. അപ്പൊ ഇത് ഇവിടെ 7 കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? 6 ആണ് വരിക. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? 1 കുറയണം. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ 1 കൂടുക ചെയ്യുക. അപ്പൊ 8, 9. അപ്പോ 9, 8, 7, 6. ഇപ്പം ഞാനൊരു കാര്യത്തിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ പറയണത് 3ാം പദം 7, 7ാം പദം 3. ഇങ്ങനെ വരുന്ന ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ ഡി എപ്പോഴും എന്താ വരിക? -1 ആയിരിക്കും വരിക. ഇപ്പൊ ഉദാഹരണം നോക്കിക്കോ. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 10, 10ാം പദം 5. കണ്ടോ? ഇങ്ങനെ വരുന്ന ഏത് സമാന്തര ശ്രേണിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിലും അതിന്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? -1 ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ രൂപത്തിൽ വരുന്ന, ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ 2 സമാന്തര ശ്രേണി, ഇത്രാമത്തെ പദവും 10ഉം 10ാം പദം 5ഉം അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണം ഇങ്ങനെ വരാം. x6 12ഉം 12ാം പദം 6ഉം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വരികയാണെങ്കിൽ ഇതിന്റെ ഒക്കെ ഡി എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി ഈ ശ്രേണിയിൽ 0ത്തിന്റെ സ്ഥാനം കാണുക. 0ത്തിന്റെ സ്ഥാനം എന്തായിരിക്കും? x9 ആണോ x10 ആണോ? സ്ഥാനം കണ്ടുപിടിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചാണ് അല്ലേ? 1ാം പദം നമുക്ക് ഇവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. ഇവിടുന്ന് 0ക്ക് എത്തണമെങ്കിൽ ഇവിടെ 5 കുറയണം. സോറി, ഇവിടെ അല്ല, ഇവിടെ 0ക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് 3ക്ക് എത്തണം. അപ്പൊ ഇവിടെ 0ക്ക് എത്തണമെങ്കിൽ ഇവിടെ 3 കുറയണം. അപ്പൊ 3 കുറയുമ്പോ ഇവിടെ എത്ര കൂടും? വീണ്ടും 3 കൂടും. അപ്പൊ ഡി എത്ര? 0 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 10. അപ്പൊ x10. x10 എന്ന് കിട്ടും. ഇനി ഇതാണ് ചോദ്യം. S19 എത്രയായിരിക്കും? ഇത് കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ. 0 ആയിരിക്കും. നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാ? 19 ഇൻറ്റു x10 ആണ് വരിക. അപ്പൊ എന്ത് വരും? പറഞ്ഞോളൂ. 19 ഇൻറ്റു 0 സമം 0. അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമ്മൾ ക്ലാസ്സിൽ ചെയ്യൂല.
നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയൂല. നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകളിലാണ് അത് ഡിസ്കസ് ചെയ്യുക. സോ ഒരു കാരണവശാലും നിങ്ങൾ മോർണിംഗ് ക്ലാസ്സുകൾ അതേപോലെ ഓൺലൈൻ ഈ ക്ലാസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഞാനും മിസ് ചെയ്യാൻ റെഡി ഇല്ല. ഞാൻ അതുകൊണ്ടാണ് ചെയ്യണം. അടുത്ത 9ാമത്തെ ചോദ്യം. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 60ഉം ആണ്. രണ്ടാം പദത്തിന്റെയും 5ാം പദത്തിന്റെയും തുക കാണുക. The second term of an arithmetic sequence is 5 and the sum of the first 6 terms ഉണ്ട് കേട്ടോ. Sum of the 6 terms is 60. അങ്ങനെയാണെങ്കിൽ find the sum of second term and 5th term. എത്രയായിരിക്കും വരിക? അപ്പോ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെ വന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞാണ്. 6 ടേം ഉണ്ടെങ്കിൽ അല്ലെ, S6 എന്ന് പറയുന്നത് 60 ആണല്ലോ. അപ്പോ 6 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പർ ആണ്. ഈവൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇരട്ട സംഖ്യയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ജോഡി കിട്ടും. ജോഡി എന്തായിരിക്കും? ജോഡിയുടെ തുക അല്ലെങ്കിൽ സം ഓഫ് പെയർ, അത് നമുക്ക് ഇവിടെ കിട്ടും. 60/3 എന്ന് കിട്ടും. അത് 20 ആണെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് രണ്ടാം പദവും 5ാം പദവും നോക്കണ്ടേ. അപ്പൊ 6 പദം ഉണ്ടെങ്കിൽ സം ഓഫ് പൊസിഷൻ എന്തായിരിക്കും? അതായത് 6 പദങ്ങൾ ഉണ്ടെങ്കിൽ സം ഓഫ് പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനത്തുക എത്രക്കാരം? സ്ഥാനത്തുക എത്ര വരണ്ടേ? 6 പദങ്ങൾ ഉണ്ടെങ്കിൽ സ്ഥാനത്തുക എത്ര വരണം? 7 വരണം. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാവും x2 x5 കൂട്ടിയാൽ നമുക്ക് സ്ഥാനത്തുക 7 ആണ്. അല്ലെങ്കിൽ സം ഓഫ് പൊസിഷൻ 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം എത്ര വരിക? അതാണ് പെയർ. ഇത് 20 ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി 5ാമത്തെ ടേമാ ചോദിക്കണേ. ഇവിടെ രണ്ടാം പദം 5 ആണെങ്കിൽ 5ാം പദം എത്ര വരിക? ഇവിടെ രണ്ടാം പദം സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ 5th ടേം എന്തായിരിക്കും? 20 - 5 ദാറ്റ്സ് ഈക്വൽ ടു 15. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി അതിൽ അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അടുത്തൊരു ചോദ്യം എന്താ? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 15 ടേംസ്. ഇതാർക്കെങ്കിലും കണ്ടെത്താൻ പറ്റിയോ? എങ്ങനെയാ? വെറും 375 എന്ന് പറയരുത്. എങ്ങനെയാ വന്ന്? 15 ടേം ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് ഇവിടെ 15 എന്ന് പറയുന്നത് എന്താണ്? ഓഡാണ് അല്ലെങ്കിൽ ഒറ്റയാണ്. ഒറ്റയാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡ് ടേം ആണ്. അപ്പൊ 15 ഇൻറ്റു മിഡിൽ ടേം. 15 ടേം ഉണ്ടെങ്കിൽ മിഡിൽ ടേം ആരായിരിക്കും വരിക? x8 ആണ് വരിക. അപ്പൊ x8 ഇവിടെ ചോദ്യത്തിലുണ്ടോ? x8 ചോദ്യത്തിലുണ്ടോ? x8 ചോദ്യത്തിൽ കാണാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉത്തരം കാണണമെങ്കിൽ നമുക്ക് x8 കാണണം. അപ്പൊ നമ്മൾ x8 ഇവിടുന്ന് കണ്ടുപിടിക്കണം. 2 മാർക്ക് ഉണ്ടാവും. അപ്പോ x2 5 ആണ്. x5 എന്ന് പറയുന്നത് 15 ആണ്. നമുക്ക് x8 കാണണം. x8 നമ്മൾ കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോ ഇവിടെ നമുക്ക് കൂടിയപ്പോ 3D കൂടി.
ഇവിടെ വീണ്ടും നമുക്ക് 3D കൂടി. ഇവിടെ ഇപ്പൊ എത്ര കൂടിയേ? 10 കൂടി. അപ്പൊ ഇവിടെയും എന്ത് കൂടും? 10 കൂടും. ഇവിടെ ഈ ചോദ്യങ്ങളൊക്കെ ഇതൊക്കെ വർഷങ്ങളായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിലൊന്നും നമുക്ക് ഡി കണ്ട് ചെയ്യാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഒക്കെ ചെയ്തത്. അപ്പൊ 8 25 കിട്ടിയത്. അപ്പൊ x 8 25. അപ്പൊ 15 × 25 എത്ര? നിങ്ങൾ പറയും. 375. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എവിടെയാണ് നമ്മൾ ഒരു ചോദ്യം കാണുമ്പോൾ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ചെയ്താൽ മതി. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? ഓക്കെ. ഇനി 10ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ ക്ലാസ്സിൽ ചെയ്തില്ല. ഞങ്ങൾ നോക്കി ദ സം ഓഫ് 7th term and 15th term of an arithmetic sequence is 50. Find its 11th term എന്നുള്ളതാണ്. Find the sum of first 23 terms. പിന്നെ if the common difference is 3, then find sum of first 25 terms. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പല രീതിയിൽ ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ റബ്ബേ ഇതൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ എന്നാ. പക്ഷെ നമ്മൾ ആശയങ്ങളെ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കിത് പുതുതായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല, നമ്മൾ പഠിച്ച ആശയങ്ങൾ തന്നെയാണ്. ചോദ്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, x7 x15 കൂട്ടുമ്പോ 50 കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? സ്ഥാനത്തുക എത്രേ നോക്കണം. സ്ഥാനത്തുക എത്ര? അല്ലെങ്കിൽ സം ഓഫ് പൊസിഷൻ എത്ര? പറ. സം ഓഫ് പൊസിഷൻ എത്ര വരിക? സം ഓഫ് പൊസിഷൻ എത്ര വരിക? 22. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ആ നിയാസ് ചാലിയിൽ കൈ എന്തിനാ പൊക്കിയത്? എന്തിനു ചോദിക്കാണ്ടോ? ഓക്കെ. 7ാം പദവും 15ാം പദവും കൂട്ടി 50 കിട്ടണമെങ്കിൽ 22 സം ഓഫ് പൊസിഷൻ. 22 ആണെങ്കിൽ മധ്യപദം ഏതായിരിക്കും? മിഡിൽ ടേം എത്രാമത്തെ ടേം ആയിരിക്കും? 22ന്റെ നേരെ പകുതി ആയിരിക്കും. അതാണ് 11. കണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ x11 ചോദിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, x11 മിഡ് ടേം ആണ്. അങ്ങനെയാണെങ്കിൽ 50ന്റെ പകുതി എത്ര വരും? 25. കണ്ടോ? ഇനി നമ്മളോട് ചോദിക്കണേ 23 പദങ്ങളുടെ തുക. S23 എങ്ങനെ കാണുക? 23 ഇൻറ്റു 23 ടേംസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും മിഡ് ടേം വരിക? എത്രയാ വരിക? ക്വസ്റ്റ്യൻ എന്തോ തെറ്റിയോ? 23 പദങ്ങളുടെ തുക 21 ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്.
ഇനി അല്ലെങ്കിൽ 23 ക്വസ്റ്റ്യനിൽ മാറിയിട്ടുണ്ടാവും. 23 അല്ല 21 പദങ്ങളുടെ തുകയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ടൈപ്പിംഗ് മാറിയതാണ്. 21 ആക്കി മാറ്റണം കേട്ടോ. ചോദ്യം എഴുതുമ്പോ 21 പദങ്ങളുടെ തുക കാണാം. അപ്പൊ എന്ത് വരും? 21 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോ എങ്ങനെ വരിക? x11 അപ്പോ 21 ഇൻറ്റു 25. ഡൗട്ട് ഒന്നുമില്ലല്ലോ? 575 കേട്ടോ. ടൈപ്പിംഗിൽ മിസ്റ്റേക്ക് ആയിരിക്കും. 21 എന്ന് എഴുതേണ്ടിടത്ത് 23 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി ലാസ്റ്റ് പൊതുവ്യത്യാസം 3 ആയാൽ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക എന്നാണ്. ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ S25. S25 എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 25 പദം ഉണ്ടെങ്കിൽ മധ്യപദം ആരായിരിക്കും? 13 ആയിരിക്കും അല്ലെ? സോറി X13. നമ്മൾ അറിയാതെ എഴുതി പോകും. X13 എങ്ങനെ കാണാം? X11 നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് കിട്ടിയത് 25 ആണ്. കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ X13 എത്ര വരിക? X13 എത്ര വരിക? 25 ഇൻറ്റു 39. ഓക്കെ അല്ലേ? ഇപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു ടേമുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അറിയേണ്ടതായിരുന്ന ചില ചോദ്യങ്ങൾ. ഇതാണ് 875 വരും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചോദ്യങ്ങൾ ഏതായാലും പ്രിന്റ് എടുത്ത് തരും. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഇന്നും നാളെ മറ്റന്നാളുണ്ട്. തിങ്കളാഴ്ച നമ്മൾ എക്സാം നടത്തും. പരീക്ഷയിൽ മാർക്ക് ഇല്ലെങ്കിൽ പോകേണ്ടവർക്ക് പോവാട്ടോ. നല്ലോണം ശ്രദ്ധിക്കുക. മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല പൊട്ടൽ ഞാൻ പൊട്ടിച്ചും. രക്ഷിതാക്കളൊക്കെ കേൾക്കാനും കൂടിയാ പറയുന്നത് കേട്ടോ. മാർക്ക് കുട്ടികൾ പഠിക്കണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാ ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ലാസ്റ്റ് 13 ഞാൻ നോക്കില്ല. 39 കമന്റിൽ വന്നപ്പോ ചെയ്താണ്. 11 എത്രയാ? 25 അല്ലേ? അപ്പോ നമുക്ക് കിട്ടേണ്ടത് X13. D എന്ന് പറയുന്നത് ഇവിടെ 2D. അപ്പൊ 6 31 ആയിട്ട് വരിക. എത്ര D ആ കൂടിയേ? 3D അല്ലേ? സോറി 2D. 1D 3 ആയാല് 2 ഇൻറ്റു എന്ത് വരും? 2 ഇൻറ്റു 3 6. അപ്പൊ 31 എന്ന് വരും. ഓക്കെ, 31. അപ്പോ 39 അല്ല 31 ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. റെക്കോർഡ് വിട്ട് തരൂല എന്ന് ചോദിക്കുന്നുണ്ട്. റെക്കോർഡ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് കിട്ടുകയാണെങ്കിൽ റെക്കോർഡ് വിട്ടുതരും. 10 കൂടെ 10 എന്താണ് ഡൗട്ട്? 11 പദം എത്ര? 11 പദം എന്ന് പറയുന്നത് 7 പദവും 15 പദവും കൂട്ടി 50 കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 7 പദം 15 പദം ഉണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിലുള്ള പദമായിരിക്കും ആര്? മിഡ് ടേം ആയിരിക്കും ആര്? 11. അതെങ്ങനെ മനസ്സിലാവുക? സമ്മിന്റെ പൊസിഷൻ നോക്കുക. പൊസിഷന്റെ സമ്മ്
ഈവൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ് കിട്ടുന്നെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും മധ്യപദം. അപ്പൊ 22ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മൾ നോട്ട് ബുക്കിൽ ചെയ്തതാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതിന് ചോദ്യം. 10 എക്സ് 11 13 എക്സ് 14 എക്സ് 15 കണ്ടോ? അപ്പൊ ഇതിന് നടുവിൽ നിൽക്കുന്ന ആളാരാ? 11 അല്ലേ? അപ്പൊ ജോഡികൾ ഈ മധ്യപദത്തിൽ നിന്ന് ഒരേ അകലത്തിലുള്ള സംഖ്യകളുടെ തുക മധ്യപദത്തിന്റെ ഇരട്ടിയാണ് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ രണ്ടിനും തുക കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പകുതി ആയിരിക്കും മധ്യപദം. ഇങ്ങനെ വരച്ച് നോക്കല് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ഥാനങ്ങളുടെ തുക 22 അല്ലേ കിട്ടിയത്. അപ്പൊ 22ന്റെ പകുതി 11. ഓക്കെ, അങ്ങനെയാണ് 25 എന്ന് കിട്ടിയത്. 50ന്റെ പകുതി 25. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ്. ഇന്ന് ഞാൻ സ്കൂളിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോണ്ടി ഉണ്ടാവും. നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ലീവ് ചെയ്തോ.